കളരിപ്പയറ്റ് പഠിക്കുന്ന ഓരോ കുട്ടികളോടും അവരെ പേരൻസിനോടും അതേപോലെ തന്നെ എല്ലാ ഗുരുക്കന്മാരോടാണ് സ്കൂൾ ഗെയിംസിൽ ചില കളികൾ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. സ്കൂൾ ഗെയിംസിൽ കളരിപ്പയറ്റ് ഉൾപ്പെടുത്തിയിട്ട് ഇപ്പോൾ 2ാമത്തെ വർഷമാണ്. SGFI അതായത് സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇവരാണ് സ്കൂൾ ഗെയിംസിൽ കളരിപ്പയറ്റിനെ ഉൾപ്പെടുത്തിയത്. അതോറിറ്റി വരുന്നത് SGFI ആയതുകൊണ്ട് അതിൻ്റെ റൂൾസും സിലബസും എല്ലാം ഉണ്ടാക്കുന്ന SGFI ആണ്. അപ്പോൾ SGFൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കളരിപ്പയറ്റിൻ്റെ ഒരു സിലബസ് കിട്ടും. SGFI കളരിപ്പയറ്റ് സിലബസ് നടിച്ചാൽ ഒരു PDF ഫയൽ കിട്ടും. അതിൻ്റെ കോപ്പിയാണ് എൻ്റെ കൈമേലുള്ളത്. ഈ ഒരു കോപ്പി. ഈ കേരള കളരിപ്പയറ്റ് അസോസിയേഷന് ജസ്റ്റ് നടത്തിപ്പുകാരെന്നുള്ള മാത്രമുള്ള അധികാരമുള്ളൂ. വേറൊരു അധികാരം ഇവർക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവർ ചാമ്പ്യൻഷിപ്പിൽ നടത്തുന്നത്. ഇവരെ അസോസിയേഷൻ്റെ ചാമ്പ്യൻഷിപ്പിൽ നടത്തുന്ന സിലബസ് ഇവർ സ്കൂളിലേക്ക് എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിലെന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഈ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് ഉള്ളവർ അവർക്ക് ഓൾറെഡി ഇവരെ സിലബസ് അറിയാം. അതുകൊണ്ട് അവർ മുന്നോട്ട് കയറും. മെമ്പർഷിപ്പ് ഇല്ലാത്ത കുട്ടികൾ അവരവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. ഇതാണിപ്പോൾ ആക്ച്വലി സംഭവിക്കാൻ പോകുന്നത്. സ്കൂൾ ഗെയിംസിൽ കളരിപ്പയറ്റ് ഉൾപ്പെടുത്താനുള്ള കാരണം എന്ന് വെച്ചാൽ, കളരി അറിയാവുന്ന എല്ലാ കുട്ടികൾക്ക് പങ്കെടുക്കാനും കഴിവുള്ളവർ മുന്നോട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. ഞാൻ 2 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, SGFI സിലബസ് പ്രകാരം മത്സരങ്ങൾ കണ്ടക്ട് ചെയ്യാനുള്ള. 2ാമത്തത്, ഈ ജഡ്ജ്മെൻറ്റ് പാനലിൽ ഈ കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ മെമ്പറും അല്ലാത്തവരെ ഉൾപ്പെടുത്തണം. കാരണം ഇവർ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ ഇവരെ കുട്ടികളെ മാത്രമേ മുന്നോട്ട് കയറുള്ളൂ. കാരണം ഇവരെ സിലബസിൽ ഇവർക്കറിയാലോ ഇവരെ സിലബസ്, അത് പ്രകാരം മുന്നോട്ട് കയറും. അതുകൊണ്ട് അതില്ലാണ്ടാക്കാൻ പുറത്തുള്ള കളരിയിലെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജഡ്ജ്മെൻറ്റ് പാനൽ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ 2ാമത്തെ ആവശ്യം. എനിക്ക് ആരോടും ഒരു അസോസിയേഷനോടും പേഴ്സണലായിട്ട് ഒരു വൈരാഗ്യം കാര്യങ്ങളൊന്നുമില്ല. കുട്ടികളുടെ ഭാവി വെച്ച് ആരും കളിക്കരുത്. കുട്ടികളുടെ ഭാവി ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചാൽ അപ്പോൾ ചോദ്യങ്ങൾ വരും, എതിർപ്പുകൾ ഉണ്ടാവും. എനിക്ക് ഗുരുക്കന്മാരോട് പറയാനുള്ളത് വെച്ചാൽ, കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഗുരുക്കന്മാർ മുന്നോട്ട് ഇറങ്ങണം, ചോദ്യങ്ങൾ ചോദിക്കണം.